പോലീസ് കാവലിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ഉദ്ഘാടന മാമാങ്കം. ഹൈക്കോടതി ഉത്തരവുകളെ പോലും കാറ്റിൽ പറത്തി മാവേലിക്കരയിൽ പോലീസ് കാവലിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ഉദ്ഘാടന മാമാങ്കം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് മാവേലിക്കര കറ്റാനം റോഡിൽ 2 മണിക്കൂറോളം സമയം ഗതാഗതം സ്തംഭിപ്പിച്ചത്. ബുദ്ധ ജംഗ്ഷന് കിഴക്കുഭാഗത്ത് ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചാണ് കാൽനടയാത്രക്കാരെ പോലും കടത്തിവിടാതെ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയത്. സോൾമേക്ക് എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് സിനിമാ നടി എത്തിയതിന്റെ പേരിലാണ് പോലീസ് നിന്ന് ഗതാഗതം വഴിതിരിച്ചുവിട്ടത്. കല്ലുമല ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളും പുതിയകാവിൽ നിന്നുള്ള വാഹനങ്ങളും മാവേലിക്കരയിൽ നിന്നുള്ള വാഹനങ്ങളും ഇടവഴികളിൽ കൂടി വഴിതിരിച്ചുവിടുകയായിരുന്നു. ഇന്നലെ ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം നടന്നിരുന്നു. 1000-ലധികം യുവതി യുവാക്കൾ സമ്മേളനത്തിന്റെ സമാപനത്തിന് എത്തിച്ചേർന്നെങ്കിലും ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നില്ല. ഇന്നലെ പുതിയകാവ് പള്ളിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി എത്തിയപ്പോഴും ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നില്ല. ആ സ്ഥാനത്താണ് ഇന്ന് 500-ൽ താഴെ ആളുകൾ പങ്കെടുത്ത സ്വകാര്യ പരിപാടിക്കായി 2 മണിക്കൂറോളം സമയം പ്രധാന റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയത്. ട്രെയിൻ യാത്രയ്ക്കായി പോയ യാത്രക്കാരാണ് ഗതാഗതം തടഞ്ഞതോടെ ഏറെ ബുദ്ധിമുട്ടിയത്. മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഏകമാർഗമാണ് മാവേലിക്കര കല്ലുമല റോഡ്. നിരവധി യാത്രക്കാർക്ക് സമയത്തിന് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിയാതെ വന്നത് കാരണം യാത്ര തടസ്സപ്പെട്ടതായി പരാതിയുണ്ട്. വഴിതിരിച്ചുവിട്ട വാഹനങ്ങൾ ഇടറോഡുകളിൽ ഗതാഗതക്കുരുക്കിൽ പെടുകയും ചെയ്തു. നഗ്നമായ നിയമലംഘനമാണ് പോലീസിന്റെ ഒത്താശയോടെ ഇവിടെ നടന്നിരിക്കുന്നതെന്ന പരാതി ഉയർന്നിട്ടുണ്ട്. കേരള പോലീസ് ആക്ട്, ഭാരതീയ ന്യായ സംഹിത എന്നിവ പ്രകാരം ഗുരുതരമായ കുറ്റമാണ് ഗതാഗതം തടയുന്നത്. കേരള പബ്ലിക് വേസ് ആക്ടിലെ സെക്ഷൻ 46 വകുപ്പുകൾ പ്രകാരവും കേരള പോലീസ് ആക്ട് സെക്ഷൻ 74 പ്രകാരവും സ്വമേധയാ കേസെടുക്കാവുന്ന കുറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഗതാഗത തടസ്സമുണ്ടാക്കിയ സ്ഥാപനത്തിനെതിരെ കേസെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.